നമ്മുടെ 851 പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 851 ദിവസങ്ങളായി നമ്മള് നമ്മുടെ ഹൃദയങ്ങളൊക്കെ പങ്കുവച്ച ദിവസങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു 3 മീറ്റപ്പും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോഫി ടോക്ക് 7 AM മോർണിംഗ് ടോക്കിലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒന്നുമില്ല, 851 ദിവസമാണ്. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്, ഓരോ പുതിയ പുതിയ സൗഹൃദങ്ങൾ നമുക്ക് കൂടി വരികയാണ്. പരിചയമില്ലാത്ത ആളുകളും പരിചയമുള്ള ആളുകളൊക്കെ നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ് കോഫി ടോക്ക് 7 AM മോർണിംഗ്. ഇന്നത്തെ ദിവസത്തില് നമ്മൾ ഈ വെൽക്കം സ്പീച്ചിന് വേണ്ടി വർക്കലയിൽ നിന്ന് ഷിനു സാർ ഇൻവൈറ്റ് ചെയ്യുന്നു. Thank you, Chairman, for the privilege. നമ്മുടെ ഡെയിലി നടക്കുന്ന ഈ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ 851 ദിവസമാണ്. അതിൽ നിന്ന് ഷെയർ ചെയ്യുന്ന നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള മുജീബ് സാറിന് ഞാൻ ഈ വേദിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യാണ്. അതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് ട്രെയിനിങ് ചെയ്യാനായിട്ട് വരുന്ന അന്നത്തെ ഫാക്കൽറ്റി ആയിട്ടുള്ള ആസിയ ഷബീർ മാഡത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ ഈ ഒരു പ്രോഗ്രാം, ഈ 851 ദിവസം ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി തുറന്നു തന്ന ഫൗണ്ടർ ആയിട്ടുള്ള ഹിഷാം സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സെയ്ദ് സാറ്, രേഖ മാം, അതുപോലെ തന്നെ സുല്ല മാം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ, അതിന്റെ ക്യൂസ് മാസ്റ്റർ ആയിട്ടുള്ള മനോജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് ഡെയിലി ഈ ഒരു പ്രോഗ്രാമിന് പോസ്റ്ററുകൾ മേക്കുകയും നമ്മളൊപ്പം ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്യുന്ന മലേഷ്യയിൽ നിന്നും നമ്മുടെ ഉസ്മാൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം ചെയ്ത് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാ പ്രസിഡന്റുമാരായിട്ടുള്ള രണ്ടുപേരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ആണ്. 851 ദിവസം നമ്മളൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിജയത്തിനും, നമ്മുടെ ഈ പ്രോഗ്രാം വിജയത്തിന് കൂടെ നിന്നുകൊണ്ട് നല്ലതും അതേപോലെ തന്നെ സജഷൻസും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓർത്ത് ചെയ്യാം. താങ്ക് യു ഷിനു സാർ. വളരെയധികം ഭംഗിയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന്, വർക്കലയിൽ നിന്ന്, അതായത് ഞങ്ങൾ യാത്ര പോകുമ്പോൾ തിരുവനന്തപുരത്ത് ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ വർക്കലയിൽ പിടിച്ചിറക്കിയ കുറച്ച് വ്യക്തികളിൽ ഒരാളാണ് ഷിനു സാറ്. അപ്പൊ എന്തായാലും സ്നേഹത്തോടെ വെൽക്കം സ്പീച്ചിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു ചെറിയൊരു സ്റ്റോറി കേട്ടു. ഒരു വ്യക്തി കുറച്ച് മുന്നേ ഒരു വ്യക്തി എന്നും സ്വപ്നം കാണും. കുറച്ച് വയസ്സായ ഒരാളാണ്, എന്നും ഇങ്ങനെ സ്വപ്നം കാണും. ഇയാൾ സ്വപ്നത്തിൽ കാണുന്നത് വീടിന്റെ ദൂരെ കുറെ കാടിലൂടെ നടന്ന് കുറച്ച് കടന്നു കഴിഞ്ഞാല് ഒരു മലയുടെ മുകളിലെത്തി. ആ മലയുടെ മുകളിൽ ഒരു സന്യാസി ഇരിക്കും. സ്വപ്നത്തിൽ ഇയാൾ ഇങ്ങനെ കാണുക, സന്യാസി ഇങ്ങനെ ഇരിക്കും. ഈ സന്യാസി പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ തൊട്ട് ബാക്കില് ഒരുപാട് നിധികളുണ്ട്, സ്വർണ്ണക്കട്ടികളുണ്ട്, അത് നിനക്ക് എടുക്കാം. അപ്പൊ ഈ സ്വർണ്ണക്കട്ടികളും ഇയാൾ കാണും. ഈ സ്വപ്നം കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ കണ്ടുകൊണ്ടേ ഇരിക്കണം. എന്നും രാത്രി ഇയാൾ സ്വപ്നം കാണും, നെട്ടി ഉണരും, ഒരുപാട് സ്വർണ്ണക്കട്ടികളുമായിട്ട് ഇയാൾ പോരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇയാൾ നട്ടപ്പാതിരക്ക് എന്ത് ചെയ്തു, വീട്ടിൽ നിന്നും ഇറങ്ങി. ഇയാള് സ്വപ്നത്തിൽ കണ്ട പോലെ വഴികളിലൂടെ കാട്ടിലൂടെ എന്ത് ചെയ്തു പോയി. അവസാനം ഒരു മലയുടെ മുകളിൽ സന്യാസി ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സന്യാസിയുടെ അടുത്തെത്തി. സന്യാസി പറഞ്ഞു, എന്റെ പിന്നിൽ ഒരുപാട് സ്വർണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി ഒരു ചോദ്യം ചോദിച്ചു ഇവരോട്, നീ എന്തിനാണ് എങ്ങോട്ട് വന്നത് എന്ന് വെച്ചു. ഞാൻ ഒരുപാട് സ്വർണ്ണക്കട്ടികൾ സ്വന്തമാക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നീ തിരിച്ചു നടന്നോളൂ, കാരണം ഇന്ന പട്ടണത്തില് ഒരു വീടുണ്ട്, ആ വീട്ടിലാണ് ഏറ്റവും വലിയ നിധി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴയാൾ തിരിച്ചു നടക്കുകയാണ്. ഈ ഇന്ന പട്ടണം നോക്കുമ്പോൾ അയാളെ പട്ടണമാണ്, വഴികൾ നോക്കി അയാളെ വഴികളാണ്, വീട് നോക്കിയപ്പോൾ അയാളെ സ്വന്തം വഴി. അപ്പൊ സ്വന്തം വീടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നിധി കാക്കുന്ന സ്ഥലം എന്ന് തിരിച്ചറിയാൻ വേണ്ടി കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലെ വിശിഷ്ട വ്യക്തിയായ ആസിയ മാം, ഇടുക്കിയിൽ നിന്ന് ആസിയ മാം വന്നിട്ടുണ്ട്. ആൻഡ് ഫാമിലി മെന്ററും അബാക്കസ് ട്രെയിനറും മൈൻഡ് പവർ ട്രെയിനിങ് എഫക്റ്റീവ് പ്രാക്ടീഷണറും കൂടിയാണ്. ഇന്നത്തെ ടോപ്പിക് മാജിക് ടോക്ക് പാർട്ട് 4. ഈ മാജിക് ടോക്ക് പാർട്ട് 1,
2, 3 ഇതൊക്കെ അസിയമേം വളരെ ഭംഗിയായിട്ട് ഈ ഫ്ലോറിലെടുത്താണ്. ഇനി ഇതിന്റെ പാർട്ട് 100 വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇടുക്കിയിൽ നിന്ന് വന്ന് ആസിയ മാമിനോട് പറയാറുണ്ട്. ഒരുപാട് ഈ ഫ്ലോറിൽ ഒരുപാട് ട്രെയിനേഴ്സിന് സമ്മാനിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ഏത് സമയത്താണ് ഞാൻ ആസിയ മാമിനോട് ഒരു ട്രെയിനർ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യും, അവരുടെ ഡീറ്റെയിൽ മൊത്തം തരുന്ന, നമുക്ക് ഈ കോഫി ടോക്കിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവനയും അതേപോലെ തന്നെ പ്രിയങ്കരനായ ഈ വ്യക്തിയാണ് എന്നത് ട്രെയിനിങ് എടുക്കുന്ന എല്ലാവരെയും കൂടി സ്നേഹ സഹോദരത്തോടെ ഇന്നത്തെ ട്രെയിനറെ ഇൻവൈറ്റ് ചെയ്യുന്നു. I would like to invite Asia ma'am on the floor. Thank you, ma'am. താങ്ക് യു മുജീബ് സർ. നല്ലൊരു ഇൻട്രഡക്ഷനും എന്താ പറയാ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് തന്നെ ഒരു സ്റ്റോറി അവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താണ് ഒരു കോയിൻസിഡൻസ് എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്തായിരിക്കും ടോപ്പിക് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ സാധാരണ എന്തും ചെയ്യുന്നത് പോലെ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് പോവാം, എങ്കിലല്ലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്തായാലും നിങ്ങൾ എത്ര ഡിസ്ട്രാക്ഷനിലാണ് ഇരിക്കുന്നതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മെഡിറ്റേഷനിലേക്ക് വരിക. വണ്ടി ഓടിക്കുന്ന ആള് കേട്ടാൽ മാത്രം മതി, ആ മെഡിറ്റേഷൻ മോഡിലേക്ക് പോകണ്ട, അതെന്താണെന്നൊന്ന് റിയലൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ ശ്വാസം നിങ്ങളിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ആ ശ്വാസത്തിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നുണ്ട് എന്നൊന്ന് റിയലൈസ് ചെയ്യാം. അതോടൊപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടായ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ നമുക്കിഷ്ടമുള്ള ആ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോവാം. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ആ കുട്ടിക്കാലത്തിലേക്ക് തന്നെ ഒന്ന് മടങ്ങി പോവുക. സ്വന്തം വീട്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും അടങ്ങിയ ഒരു കൊച്ചു വീട്. അവിടെ നമ്മൾ കളിച്ചു വളർന്നതും വഴക്കുണ്ടാക്കിയതും സ്നേഹിച്ചതും ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമുക്ക് ലഭിച്ചിട്ടുള്ള ആ കുട്ടിക്കാലം മുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ സമ്പത്തിനെയും തിരിച്ചറിയാം. മീൻസ് പണം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. കുട്ടിക്കാലത്താവുമ്പോൾ നമുക്ക് ലഭിച്ച കളിപ്പാട്ടങ്ങൾ, നമുക്ക് ലഭിച്ച വസ്ത്രങ്ങൾ, നമുക്ക് ലഭിച്ച സമ്മാനങ്ങൾ, നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡ്, ഇതൊക്കെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഗ്രേറ്റ്ഫുൾ ആകുക. അവിടെ നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അനുഗ്രഹങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ ഒന്ന് മൈൻഡിനെ കൊണ്ടുപോവുക. നെക്സ്റ്റ്, ഓരോ ഏജിലും നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ ഓരോ ഏജിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്, ഒന്നും ലഭിച്ചിട്ടില്ല, ഞാൻ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, പഠനത്തിന് പോയിട്ടുണ്ട്, അല്ലെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെല്ലാം ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. വീണ്ടും നമ്മൾ ഉയർച്ചയിലേക്ക്, നമ്മുടെ വയസ്സ് വലുതായി വരുംതോറും നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നുണ്ടാവും. ആദ്യമായിട്ട് നമ്മൾ ഏൺ ചെയ്ത കാര്യമൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു നിമിഷത്തിനൊന്ന് നന്ദി പറയുക. ആ ഒരു തുക അല്ലെങ്കിൽ അത് എത്രയാണോ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ളത്, ആ ലഭിച്ചതൊന്ന് കയ്യിലൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അതിനോടൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പിന്നീട് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിലവഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾക്ക് ചിലവഴിക്കാൻ സാധിച്ച ഓരോ നിമിഷത്തിനും നന്ദി പറയുക. നമ്മൾ വാങ്ങിച്ച വസ്ത്രം, നമ്മൾ വാങ്ങിച്ച വാഹനം, നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന വീട്, ആ വീട്ടിൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാം, ഇവൻ നമ്മുടെ ലൈഫ് പാർട്ട്ണർ, മക്കള്, പേരൻസ്, ഇവർക്കൊക്കെയും വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളതായ ആ പണത്തിനെ ഒന്ന് മനസ്സിൽ കണ്ട് താങ്ക് യു പറയാം. ആ സമയത്ത് നമുക്കുള്ള പ്രൊഫഷനെയും കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏതിൽ നിന്നാണോ നമ്മൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, നമുക്ക് പണം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്, ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതിനെല്ലാം ഒന്ന് ഗ്രേറ്റ്ഫുൾ ആകുക. ഇപ്പോൾ ഈ നിമിഷം അകത്തിരുന്ന ഒരാൾ പറയുന്നുണ്ടാവും, പല കാര്യങ്ങൾക്ക് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. യെസ്, അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വിടുക. എനിക്കത് ലഭിച്ചിട്ടില്ലായിരുന്നു, ഇത് ലഭിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പല പരാതികൾ ഉള്ളിലിരുന്ന് ഇങ്ങനെ മർമ്മരം ചെയ്യുന്നുണ്ടാവാം. അതിനൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വിടുക. അതൊക്കെ ഉള്ളതാണ്, പക്ഷേ ഞാൻ ഇതൊക്കെ അനുഭവിച്ചതാണ്.
അപ്പൊ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആ പണത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, അത്രത്തോളം പവർഫുൾ ആയിട്ട് നമ്മളിലേക്ക് ആ സമ്പത്ത് മടങ്ങിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ച പണത്തിനും നമ്മൾ ചെലവഴിച്ച പണത്തിനും നന്ദിയുള്ളവരായി മാറുന്നുണ്ട്. ഇവൻ ഈ ഒരു നിമിഷത്തിലേക്ക് വരിക. ഈ ഒരു നിമിഷം നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൊഫഷനിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെയും നന്ദി പറയുക. അവരുടെ എഫേർട്ടാണ് അതിൽ നമ്മളെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുക. വാഹനം, വസ്ത്രം, നമ്മുടെ വീട്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെയും, അതിൽ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഏണിങ്സിനൊന്ന് നന്ദി പറയുക. ഈ നിമിഷത്തിൽ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകാം. നമ്മൾ പലപ്പോഴും ചെയ്യാതെ പോകുന്നൊരു കാര്യമാണ്, നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ഓർക്കും. ഇപ്പോൾ ഈവൻ ഒരു ഹോട്ടൽ ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് അത് ഉണ്ടാക്കണ ഒരു വ്യക്തിയെ പോലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് താങ്ക് യു പറയണമെന്നുള്ളതാണ്. ഒരു ഷെഫ് അത് ഉണ്ടാക്കി തരുന്നത് കൊണ്ടാണ് അത് നമുക്ക് കറക്റ്റായിട്ട് വിളമ്പിക്കൊടുത്ത് അതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും ഗ്രേറ്റ്ഫുൾ ആകുക. അങ്ങനെ നോക്കിയാൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ടാവും. അപ്പോൾ ഈ ഒരു നിമിഷം, ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനൊക്കെ നന്ദി പറയുക. അതിനായി ലഭിച്ച പണത്തിന് നന്ദി പറയുക. നിങ്ങൾ ചെലവഴിച്ച പണത്തിന് നന്ദി പറയുക. ഇവ നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഉള്ളതിനും നന്ദി പറയുക. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ലഭിച്ചതിനും പുഞ്ചിരിയോട് കൂടി ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. യെസ്. ഇപ്പോൾ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. അത് നേടിയെടുത്ത് ആ ഒരു ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആകുക, അനുഭവിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ഗോളുകൾ ഈ നിമിഷം നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് പൂർണ്ണമായും നിങ്ങൾ നേടിയെടുത്ത ഒരു ഫീലോട് കൂടി പതിയെ കണ്ണുകൾ തുറക്കുക. എന്തായിരിക്കും ഫീൽ ഉണ്ടായിരിക്കുക? ജീവിതത്തിൽ സമ്പത്തുള്ളവരായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ മേഖലയിൽ നമുക്ക് സമ്പത്ത് വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറ. സാലറിയിലൂടെ കിട്ടാം. വീട് വീടുകളില് നമ്മളുടെ വീടൊക്കെ റെന്റിൽ കൊടുത്താൽ കിട്ടാം. പിന്നെ നമുക്ക് ഫൈനാൻസ് ആയിട്ട് എവിടെയെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു എമൗണ്ട് തിരിച്ചു കിട്ടാം. അങ്ങനെ പല വഴിയിലൂടെ. ഇതിനെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? പലപ്പോഴും നമുക്ക് പണം നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പരാതിപ്പെടാറുണ്ടല്ലേ? നമ്മൾ അടയ്ക്കുന്ന ബില്ലുകൾക്ക് നമ്മൾ പരാതി പറയാറുണ്ട്. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ബില്ലിന് പോലും പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്. ഈവൻ ഗ്യാസിന്റെ വില കൂടിയപ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും മൈൻഡിൽ വന്നിട്ടുണ്ടാവുക? ഹോ, അത് പൊള്ളുന്ന വിലയായിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ വഴികളിലൂടെയും പോകുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ ഏറെ നമ്മൾ പറയുന്നത് പരാതിയാണ്. ആ പരാതി നമുക്ക് എന്താണ് ഉണ്ടാക്കി തരുന്നത്? നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യത്തെ കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ ഈവൻ നമ്മുടെ മാജിക്കൽ ടോക്കിൽ ആദ്യം തൊട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കും ഇത് തന്നെയാണ്: കൃതജ്ഞത സമൃദ്ധിയും പരാതി ദാരിദ്ര്യവുമാണെന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മൾ കൊണ്ടെത്തണം എന്നുള്ളതാണ്. ഇന്ന് ഞാനിവിടെ ആഗ്രഹിച്ചതും പണത്തെ സംബന്ധിച്ച് പറയുക എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തക്ക പണം നമ്മുടെ കൈകളിലുണ്ട്, കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഒന്ന് ടൈറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആകെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കുറഞ്ഞു പോകുന്നതുകൊണ്ടല്ലേ? എപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തായി മാറും?
അഹങ്കാരമുള്ളവരായിട്ട് മാറും അല്ലേ? കണ്ടോ, എനിക്കെല്ലാം സെറ്റായിട്ട് തന്നെ പോകാന്നുള്ളൊരു ചിന്തയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഈ ഒരു സമ്പത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒഴുകി എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അടച്ചിട്ടുള്ളതായ ബില്ലുകൾ, എത്ര ബില്ലുകൾക്ക് നിങ്ങൾ പരാതി പറഞ്ഞ് അടച്ചിട്ടുണ്ടാവും? അതേപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും തന്നെ ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും അതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ആദ്യ കാലങ്ങളിൽ നമ്മളൊന്ന് വളർന്നു വരുന്ന ഒരു സമയത്ത് നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? ഓ, ഇതിന് എന്ത് വിലയാ, ഇത് നമുക്ക് പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടില്ലേ? അവിടെ നമ്മൾ ആ പണത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇല്ലായ്മ കൊണ്ട് ആ പണത്തിനെയും ഇല്ലായ്മയാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മളുടെ പ്രൊഫഷൻ നമുക്ക് എത്രത്തോളം സെറ്റായി വരുന്നോ അതിനനുസരിച്ച് ആ ചിന്തകളൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പഴയ നമ്മളിലേക്ക് ഒന്ന് മടങ്ങിപ്പോയിട്ട് അവിടെ ഞാൻ എൻ്റെ പണത്തിനെ കുറിച്ച് എന്തൊക്കെ, എനിക്ക് ലഭിച്ച പണത്തിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾക്ക് കുറവുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പരാതികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊന്ന് ചിന്തിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അടയ്ക്കുന്ന ഓരോ ബില്ലുകൾക്കും നന്ദി പറഞ്ഞു തുടങ്ങുക. ഇവൻ നമ്മളിപ്പോൾ എല്ലാവരും എന്താണ് ഫോണിലൂടെ എങ്ങനെ അങ്ങ് ഗൂഗിൾ പേ ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയാണോ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരിക്കൽ പോലും എന്തായിരിക്കും ആ ഒരു പൈസ അടയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ആ ഒരു പൈസ നമ്മളിലേക്ക് എത്തുന്നതിനോ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടില്ല. ഒരു സമയത്ത് ഞാനിങ്ങനെ ട്യൂഷൻ്റെ ഇതിൽ നല്ല തിരക്കിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടൈം കിട്ടാത്ത പോലത്തെ ഒരു സാഹചര്യത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ഓർക്കാൻ കഴിയാതിരുന്നൊരു സമയമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഓരോന്നായിട്ട് പുതിയ അഡ്മിഷൻസ് വരാതിരിക്കുമ്പോൾ നമ്മളോട് സ്റ്റക്കായിട്ട് നിൽക്കുമല്ലോ. ആ സ്റ്റക്കായിട്ട് നിന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു, അന്ന് എനിക്കിതിനൊന്ന് ഗ്രേറ്റ്ഫുൾ ആകാൻ ടൈം കിട്ടിയിരുന്നില്ലല്ലോ. അന്ന് ഞാൻ എന്തായിരുന്നു, എനിക്ക് നല്ല തിരക്കാണ്, എനിക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്ന് ചിന്തിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു വഴിയിലൂടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നതിനും നന്ദി ഉണ്ടായിരിക്കണം, ഇപ്പോൾ ഉള്ളതിനും നന്ദി ഉണ്ടായിരിക്കണം, ഇനി നമ്മൾക്ക് നേടാൻ പോകുന്നതിനും നന്ദി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ വീടുള്ളവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, എന്തോ ആയിക്കോട്ടെ, ആ വീടുള്ളതിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ആ വീടിനെ കുറിച്ച് നമ്മൾ പരാതിയാണോ പറയുന്നത്? ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ എത്ര തവണ ആ ഒരു റെന്റിന്റെ കാര്യം പറയുന്നുണ്ട്, വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഞാൻ എങ്ങനെ ഇത് കൊടുക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കുള്ളതിന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? ഒരു വീട് ഉണ്ടാക്കിയിട്ട് ആ വീടിൽ ഇരുന്നപ്പോ അതിൽ സന്തോഷമായിട്ട് ഇരുന്ന് ഓരോ ഫർണിച്ചർ അല്ലെങ്കിൽ ആ വീടിന്റെ ചുറ്റുവട്ടം മൊത്തം ഓരോ ഭിത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ അതിങ്ങനെ എന്താ പറയാ, ആ ഒരു വീട് ഉണ്ടാക്കി എടുക്കാൻ പെട്ട കഷ്ടപ്പാടുകളാണോ മനസ്സിലേക്ക് വരിക? അതിങ്ങനെ ഒന്ന് റെഡിയായി കിട്ടിയതിന്റെ ഒരു സന്തോഷമാണോ മനസ്സിലേക്ക് വരിക? ഇവൻ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അതിന്റെ കടങ്ങളാണോ മനസ്സിലേക്ക് വരിക? ഇത്രയും സമാധാനത്തോടെ ഈ വീട്ടിലിരിക്കാൻ സാധിച്ചതാണോ മനസ്സിലേക്ക് വരിക? അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവൻ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ഈവൻ ആ ഫോണാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലുണ്ട്, ആ ഫോണൊന്ന് ഡാമേജ് ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരു ആദ്യം വന്നിട്ട് അതുവരെ നമ്മൾ ആ ഫോൺ യൂസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ അതിനെയെല്ലാം നമ്മൾ മറന്നു പോയിട്ട് എന്തുണ്ടാവും, ആ ഫോണ് ഇത്ര നാളെ അന്ന് നമ്മൾ എന്തൊക്കെ പറയും, ആ കമ്പനിക്കാരെ പറയും, ആ ഒരു എന്താ പറയുക ബ്രാൻഡിനെ നമ്മൾ പറയും, ഇത് ശരിയാവത്തില്ല, ഇതൊക്കെ പെട്ടെന്ന് കേടായി പോകുന്നതാണ്, അങ്ങനെ പല പല പരാതികൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പരാതി എന്നുള്ളത് നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് എത്തിപ്പെടുന്നതാണെന്നുള്ളത് നമ്മൾ പോലും അറിയുന്നില്ല. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് പരാതി പറയുന്നുണ്ടെന്നുള്ളത്. ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ആ പ്രസ്ഥാനത്തിൽ ഒരുപാട് ആൾക്കാരുകൾ വേണമല്ലേ? ഈവൻ ഇൻ ഡെപ്തിൽ നമുക്കതിൻ്റെ താഴെ നിലയിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ വരെ ആൾക്കാർ വേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ആർക്കൊക്കെ നമ്മുടെ മൈൻഡിൽ നന്ദി പറയുന്നുണ്ടാവും? നമ്മളൊരു CEO ആയിട്ട് അവിടെ ഇരുന്ന് അതിനെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ബാക്കി കണക്ഷൻസ് ഒക്കെ വരുന്നത് നമ്മളെ താഴെ നിന്നും നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന, താഴെ നിന്നല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും എഫേർട്ടായിരിക്കും. പക്ഷെ അവരെയൊക്കെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു വിജയം ഉണ്ടായത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഒന്ന് ഓർത്തെടുത്തിട്ട് നന്ദി പറയാൻ സാധിക്കാറുണ്ടോ?
ഇവൻ എൻ്റെ ഒരു ഫ്രണ്ട് ഹോട്ടൽ ആണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ടോ എന്ന് ചോദിച്ചു. യെസ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. എന്തിനൊക്കെ പറയാറുണ്ട്? ആ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിച്ചതിന്, നല്ല രീതിയിൽ റണ്ണിങ് ആവുന്നതിന്, ഇതിനൊക്കെയും പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജസ്റ്റ് നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ പോയിരുന്നിട്ട് നിങ്ങളുടെ ആ ഒരു ചെയറിലാണെങ്കിൽ പോലും ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ ആദ്യം തുടങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം എത്തിയത് വരെ ഒന്ന് മൈൻഡിലൂടെ കൊണ്ടുവന്ന് നോക്കൂ. അപ്പൊ ആദ്യം മുതൽ ആര് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഒന്ന് നന്ദി പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ആ ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളുണ്ട്, അത് അറേഞ്ച് ചെയ്ത് തരുന്ന ആളുണ്ട്, അത് ഡെലിവറി ചെയ്യുന്ന ആളുണ്ട്, ഈവൻ അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഫർണിച്ചർ വരെയും മറ്റെല്ലാ കാര്യങ്ങൾക്കും പണം കൊണ്ടാണ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിലൊക്കെയും ഓരോ വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുണ്ട്, നമുക്ക് സേവനം ചെയ്തവരുണ്ട്. പക്ഷെ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ ഓർത്തൊന്ന് നന്ദി പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓർക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ? അതല്ല, ഇത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ ബ്രെയിൻ നമ്മളെങ്ങനെ ഓർമ്മിപ്പിക്കും അത് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്ന് മോർണിംഗിൽ തന്നെ ഞാൻ മറന്നുപോയൊരു കാര്യം ഞാൻ മോർണിംഗിൽ എഴുന്നേറ്റപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ട രീതിയിൽ വെച്ചാൽ എനിക്കൊരു കാര്യം നടന്നു കിട്ടണമായിരുന്നു. അപ്പം ഞാൻ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ആളുടെ സപ്പോർട്ട് കൊണ്ട്, അതൊരു ഷോറൂമിൽ നിന്നായിരുന്നു, പക്ഷെ സപ്പോർട്ട് കൊണ്ട് ആൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് എൻ്റെ കൈകളിൽ കിട്ടി, അത് സെറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഞാനത് ആളോടൊന്ന് വിളിച്ചിട്ടൊരു താങ്ക് യു പറയാൻ മറന്നു. 2 ദിവസമായിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗിൽ ഞാനത് എഴുന്നേറ്റ ഉടനെ ഞാൻ എന്താ വെച്ചാൽ ആ ആൾക്ക് ഞാൻ മെസ്സേജ് അയക്കുക ചെയ്തത്, സോറി കേട്ടോ, ഞാൻ താങ്ക് യു പറയേണ്ടതായിരുന്നു. കാരണം ആൾ അതിൽ എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് ആ ഒരു സംഭവം അത്രയും ക്ലിയർ ആയിട്ട് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എന്തായിരിക്കും, അവിടെ പല തടസ്സങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഇവിടെ മറ്റൊരു ചിന്തയും കൂടി വരും. സാമ്പത്തികമായിട്ടും സാമ്പത്തികമായിട്ട് ബാക്കിലേക്ക് നിൽക്കുന്ന ഞങ്ങൾ എങ്ങനെ നന്ദി പറയുമെന്ന് ചോദിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നില്ല, അതിനൊന്ന് നന്ദി പറഞ്ഞു നോക്കുക. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടതായ ഓരോ കാര്യങ്ങളും ഒന്ന് എഴുതി വെച്ച്, കൊടുക്കാനുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അത് കൊടുക്കാൻ സാധിച്ചതിന് നന്ദി ഒന്ന് പറഞ്ഞു നോക്കുക. ഈവൻ കൊടുത്തു കഴിഞ്ഞാൽ താങ്ക് യു അവിടെ ഒന്ന് പറഞ്ഞു നോക്കുക. എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് എഴുതി വെക്കുക. ഇല്ലെങ്കിൽ എന്താണ്, താങ്ക് യു പറയുക എന്നുള്ളതാണ്. ഇതൊക്കെ നടപ്പിലാകുമോ എന്ന് ചോദിക്കും. പക്ഷെ ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടപ്പിലാവുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് എന്തായിരിക്കും പറയാ, മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയും. ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് പ്രെയർ ആണ്. ആ ഒരു പ്രെയറിലൂടെ നമുക്ക് എങ്ങനെയാണ് അത് നേടിയെടുക്കാൻ പറ്റുക? നമ്മൾ ഇപ്പോഴത്തെ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് മാനിഫെസ്റ്റേഷൻ, പക്ഷെ അത് ശരിക്കും പ്രെയർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രെയറിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ അത് അത്രത്തോളം നമ്മളിലേക്ക് കണക്ട് ആവുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ഒരു സ്റ്റോറിയിലൂടെ നമുക്കതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് ഇത്രയും പവർ ഉണ്ടോ എന്നുള്ളത്. ജോൺ എന്നുള്ള ഒരു ഡോക്ടർ അത്യപൂർവമായിട്ടുള്ള ക്യാൻസർ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ പ്രസിദ്ധനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആൾ ചെയ്തതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു ബഹുമതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷന് പോവുകയാണ്. അങ്ങോട്ടേക്ക് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ എയർപോർട്ടിൽ പോയി നിൽക്കുകയാണ്. ആളങ്ങനെ നല്ല ഹാപ്പി ആയിട്ട്, കാരണം ആൾ ചെയ്തതിനെല്ലാം എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് അതിനുള്ള ബഹുമതി കിട്ടുന്നുണ്ട്. അങ്ങനെ ആൾ സന്തോഷമായിട്ട് എയർപോർട്ടിൽ ചെന്നു. വിമാനത്തിൽ കയറി ഇങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ആ വിമാനത്തിൻ്റെ പൈലറ്റിൽ നിന്നൊരു അറിയിപ്പുണ്ടാകുകയാണ്. എന്തോ കുറച്ച് ചെറിയ ചെറിയ തകരാറുകൾ മൂലം നമ്മൾ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ ഇറക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും ചെയ്യുക, എൻ്റെ കറക്റ്റ് സമയത്തിന് എനിക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചെങ്കിലും അവിടെ ആ സ്പോട്ടിൽ ഇറങ്ങുന്നുണ്ട്. അവിടെ ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് 12 മണിക്കൂറിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് റെഡിയാവുന്ന ഒരു സമയം മാത്രമേ ഇനി മുൻപിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആൾ പോയി എൻക്വയറി ചെയ്തെടുത്തെന്ന് അവർ പറയുന്നുണ്ട്, സാർ ഒരു കാറ് റെന്റിന് എടുത്തിട്ട് നിങ്ങൾ
ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണും, നല്ല നല്ല സ്ഥലമാണ് കാണാൻ, നല്ല അടിപൊളി സ്ഥലമാണ്, നിങ്ങളൊന്ന് കാണാൻ പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടർ ഒരു കാറ് റെന്റിന് എടുത്തിട്ട് യാത്ര പോകണം, ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് റെഡിയാവും, അപ്പോൾ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. ആ ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യണം. അങ്ങനെ ആ ഒരു കാറിൽ കയറി യാത്ര പോവുകയാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ ഇങ്ങനെ യാത്ര ചെയ്ത് എല്ലാ സ്ഥലങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ കാറ്റും മഴയും എല്ലാം വന്നിട്ട് ആളാകെ ഇതെന്താ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത് പോലെ ചിന്തിച്ചു. ആൾക്ക് വഴിയുള്ള സൈനൊന്നും കാണാൻ പറ്റുന്നില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. ആൾക്കങ്ങ് വഴി തെറ്റി. ആ വഴി തെറ്റിയത് പോലും 1 മണിക്കൂറിന് ശേഷമാണ് ഡോക്ടർ അറിയുന്നത്. എന്തായാലും കണ്ട വഴിയിലൂടെ ആളെന്ത് ചെയ്തു, ആ കാർ ഓടിച്ചു പോയി. കുറേ സമയങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ട് ഒരു വീട് കാണുന്നുണ്ട്. അതൊരു എന്താ പറയുക, തടി കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ്. അപ്പോൾ ആ ഒരു വീടിൻ്റെ അവിടെ ഒരു വെളിച്ചവും കാണുന്നുണ്ട്. ആൾ അവിടെ നിർത്തിയിട്ട് പതിയെ വാതിലിൽ മുട്ടി നോക്കി. അപ്പോൾ ആ വാതിൽ മുട്ടിയപ്പോൾ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയാണ് ഇറങ്ങി വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു, ഇന്നതുപോലാണ്, എനിക്ക് വഴി തെറ്റി, എനിക്ക് എയർപോർട്ടിലേക്ക് പോവേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഡോക്ടർ എന്നല്ല, നിങ്ങളിവിടെ ഇരിക്കെ, എൻ്റെ മകൻ ഇപ്പോൾ തന്നെ എത്തും, നിങ്ങളെ കറക്റ്റ് സമയത്ത് എയർപോർട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മഴയത്ത് ആകെ ബുദ്ധിമുട്ടി ആ വീട്ടിൽ കയറി വന്നപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ അവരെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂടുള്ള ഭക്ഷണം കൊടുത്ത്, നിങ്ങളിത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കൂ, എൻ്റെ മകൻ അന്നേരത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ അമ്മ ആ ഒരു മെഴുകുതിരിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്, കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കായിരിക്കുന്നു, എന്തായിരിക്കും കാര്യം, ഈ അമ്മ ഇത്രത്തോളം വിഷമത്തിൽ പ്രാർത്ഥിക്കുന്നത്, എന്തായാലും ആളുടെ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പം ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡോക്ടർ അവർ പ്രാർത്ഥന കഴിഞ്ഞു വന്നപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് അമ്മേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന്. അപ്പൊ ആ അമ്മ അവിടെ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടീനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ പേരക്കുട്ടിയാണ്, ഇവന് ക്യാൻസറാണ്. അപ്പോൾ ഞങ്ങൾ പല ആശുപത്രികളിലും കാണിച്ചു, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അതിനുള്ള സാമ്പത്തികവുമില്ല. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞത് ന്യൂയോർക്കിലുള്ള ജോൺ എന്ന് പറയുന്ന ഡോക്ടറിനെ കൊണ്ട് കാണിക്ക്, ഇത് പെട്ടെന്ന് മാറി കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അവിടം വരെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തികവും കയ്യിലില്ല. ഇവൻ അവിടെ വരെ പോയാൽ പോലും ആ ഡോക്ടറെ കണ്ടെത്തണമെങ്കിൽ സാധിക്കത്തില്ല, അത്രത്തോളം പണം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. ആ നിമിഷം ആ ഡോക്ടർ ഒന്ന് സ്തംഭിച്ചു നിന്നു പോയി. അപ്പോൾ ആ ഡോക്ടർ പറയാണ്, ആ ജോൺ എന്ന് പറയുന്ന ആളാണോ ഡോക്ടർ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഈ ഡോക്ടർ പറയാണ്, ഞാനാണ് ആ ഡോക്ടർ എന്ന് പറയുകയും പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഡോക്ടർ ആ സ്ത്രീയോട് പറയാണ്, ഞാൻ യാത്ര ചെയ്തു വന്നത്, എയ്റോപ്ലെയിൻ വന്നിട്ട് തകരാറിലായത്, ഇവിടെ വന്ന് യാത്ര ചെയ്തിട്ട് ഈ മഴയും ഇതും എല്ലാം കാരണം നിങ്ങളുടെ അടുത്ത് എത്തിച്ചത്, ഇത്രയ്ക്കും ശക്തിയുണ്ടോ പ്രാർത്ഥനയ്ക്ക് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത് പണത്തിനായിക്കോട്ടെ, ഹെൽത്തിനായിക്കോട്ടെ, മറ്റ് റിലേഷൻഷിപ്പിനായിക്കോട്ടെ, എന്തിനാണെങ്കിലും നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തതയോടുകൂടി നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുകയും വേണം. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, പരാതിപ്പെടാതിരിക്കുക എന്നുള്ളത്. മനുഷ്യരായ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണല്ലേ, ഹാബിറ്റാണ്. ലഭിച്ചതിനെ കുറിച്ച് പറയാതെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ആദ്യം പറയുക എന്നുള്ളത്. അങ്ങനെ തന്നെയല്ലേ, ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെന്റിലും എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ടൊരു ക്ലാഷ് ഉണ്ടായെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് ആ ഒരു ക്ലാഷ് ഉണ്ടായ കാര്യമായിരിക്കും. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, മക്കളാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണോ അത് ആദ്യം നമ്മൾ വിളിച്ചു പറയും, പിന്നെ ആയിരിക്കും നല്ല കാര്യങ്ങൾ പറയാം. പക്ഷെ നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യം നമുക്കുണ്ടായ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുക, അതിനുശേഷം മാത്രം ഈ ഒരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പരാതിപ്പെടാൻ പോകുന്ന കാര്യത്തിൻ്റെ പവർ കുറഞ്ഞ് അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് മോഡിലേക്കാകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പണം സമ്പാദിക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചതിനൊക്കെയും നമ്മൾ നന്ദി പറയണം, അതോടൊപ്പം ലഭിക്കാൻ പോകുന്നതിനും നന്ദി പറയണം. ഇവന് എൻ്റെ ഒരു സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും ഒരു സാധാരണ ഒരു ചെറുപ്പത്തിലേ തൊട്ട് പറയും, ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലുള്ള ആളാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വലിയ ചുറ്റുപാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും ഹസ്ബൻഡും 3 മക്കളാണുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു +2 പഠനം കഴിഞ്ഞതിന് ശേഷം, അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത്
സമയത്ത് PDC ആണ്. PDCയുടെ പഠനത്തിന് ശേഷം പഠിക്കാൻ പോയിട്ടില്ല. പിന്നെ മാരേജ് കഴിഞ്ഞു. ആ ഒരു ലൈഫിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ പരാതിപ്പെടുമായിരുന്നു. എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല നിലയിലെത്തി, എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതിപ്പെടുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്കറിയില്ല കേട്ടോ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണോ ഇതൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഈവൻ ഈ 3 വർഷത്തിന് മുമ്പെയാണ് ഈ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുവരെ ഞാൻ രോഗാവസ്ഥയിലായിരുന്നു, പരാതിപ്പെടുന്ന ഒരാളായിരുന്നു. എനിക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും കംഫർട്ട് അല്ലായിരുന്നു. ഇതിലെല്ലാം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതറിഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ പരാതിപ്പെടൽ അങ്ങ് നിർത്തി. പിന്നീട് എനിക്കങ്ങ് ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ അറിവുകൾ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് ഞാൻ ചോദിക്കാതെ തന്നെ എന്നിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. EFT മാത്രം ചെയ്ത് എനിക്ക് ആ സമയത്ത് പല അറിവുകൾ എന്നിലേക്ക് എത്തിപ്പെടുകയും അതൊക്കെ പഠിക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അതിലേറെ വന്നൊരു കാര്യം, ഈ ഒരു കോച്ചിങ് സെക്ഷനിലേക്ക് വന്നത്, ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്നത് ഗൈഡഡ് കോഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ്. ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗുരു ഇങ്ങനെ ആളുടെ സ്റ്റോറി പറയായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ആൾക്ക് ഇങ്ങനെ ട്രെയിനിങ് മേഖലയിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റാതെ, ഒരു ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ കുറച്ചേറെ പൈസ വേണം, പോകാൻ പറ്റാതെ വിഷമിച്ചിരുന്ന സമയത്ത് ഏതോ അറിയുന്ന ഒരാൾ പറയുന്നുണ്ട്, നീ പോവാതിരിക്കല്, നിന്നെ പോലെ ബെസ്റ്റായിട്ട് മുകളിലേക്ക് കയറി വരേണ്ട ആള് നീ തന്നെയാണ്, അതുകൊണ്ട് നീ പോവാതിരിക്കില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു പണം ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അന്ന് പെട്ടെന്ന് ആ ഒരു കാര്യം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തു, അപ്പോൾ എനിക്കും അതേപോലെ എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന്. ജസ്റ്റ് ആ ഒരു സമയത്ത് നമുക്ക് ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയിലൂടെ നമ്മൾ പോകുന്നത് പോലെ ഞാനൊന്ന് ജസ്റ്റ് പോയതേ ഉള്ളൂ. മിറക്കിൾ എന്നതുപോലെ ആ ഒരു ഗൈഡഡ് കോഡ് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റു 2 കാര്യങ്ങളിലൂടെ ആ ഗൈഡിൻ്റെ കൂടെ പോകാൻ സാധിച്ചിട്ട് 3ാമത്തെ ലെവലിൽ കോച്ചിങ്ങിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്നെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു എമൗണ്ട് ആയിരുന്നില്ല, പക്ഷെ അതെനിക്ക് സ്പോൺസർ ചെയ്ത് തരാൻ ഒരാൾ മുന്നോട്ട് വരികയും അതെനിക്ക് തരികയും അതിന് വേണ്ടുന്ന ഒരു സമയം തരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് തന്നെ പറയാനുള്ള കാരണം, ഞാൻ ആഗ്രഹിച്ചത് അൺകണ്ടീഷണലി ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ കടന്നു വന്ന വഴിയിൽ ഓരോ രോഗാവസ്ഥയിലും ആ ജീവിതത്തിന്റെ ഓരോ പാറ്റേണുകളും മനസ്സിലാക്കിയപ്പോൾ എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുണ്ട്. അവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കണം. കാരണം നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. അതാണ് ഏറ്റവും നല്ലൊരു ടൂൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമ്മൾ വെറുതെ താങ്ക് യു പറഞ്ഞു പോവാതെ ഹൃദയത്തിൽ തട്ടി നമ്മൾ താങ്ക് യു പറഞ്ഞു പോയാൽ ആ ഗ്രേറ്റ്ഫുൾ ആകും തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ പല വഴികളിലൂടെ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ JCയിൽ എത്തിപ്പെട്ടതും. ഏറ്റവും ഇഷ്ടവും ഈ ഒരു JCയിലാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആവുന്നുണ്ട്. എനിക്ക് നല്ല മനസ്സ് നിറഞ്ഞ് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു തന്നതിനും ഞാൻ ഓരോ നിമിഷത്തിൽ ഈ ക്ലാസ് എടുക്കാൻ കയറുന്നതിന് മുമ്പ് ഗ്രേറ്റ്ഫുൾ ആവുന്നുണ്ട്. കാരണം എൻ്റെ EFTയിലുള്ള ഒരു മൊയ്തീൻ സാറാണ് എനിക്ക് ഈ ഒരു അവസരം തന്നത്, മുജീബ് സാറിനെ പരിചയപ്പെടുത്തി തന്നത്. മുജീബ് സാറിനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബാക്കിലേക്ക് പോകേണ്ട വന്നില്ല, JCയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റി. പിന്നെ പുതിയ ട്രെയിനേഴ്സിനെ ഇവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതിലേറെ ആ ഒരു JCയെ ഫോം ചെയ്ത് ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വ്യക്തമായിട്ടുള്ള കുറേ പോയിന്റുകൾ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഈവൻ ഇന്ന് ഞാനും കുറച്ച് തിരക്കിൽപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഐ ആം സോ ഹാപ്പി വിത്ത് ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഈ ഒരു അവസരം എനിക്ക് നൽകിയതിന് കോഫി ടോക്കിൻ്റെ എല്ലാവർക്കും. അതേപോലെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയൊരു സംഭവമാണ് 851 എന്ന് പറയുമ്പോൾ, ഞാനും നടത്തുന്നുണ്ട് മാജിക് ടോക്ക് എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസത്തെയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതൊന്ന് പെൻഡിങ് ആക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കോഫി ടോക്കിൽ കയറുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഓരോ ദിവസവും എങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത് തന്നെ ഞാൻ ഈ വീക്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. നോമ്പിൻ്റെ സമയമായപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ സന്തോഷത്തോടുകൂടി നിങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡെപ്തിലുള്ള വർക്ക്ഷോപ്പ്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പാണ്. താല്പര്യമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അല്ല, എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മുജീബ് സാറിനോട് ചോദിച്ചാൽ മതി. ഞാനല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്ന് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആസിയ മാം. വളരെ ഭംഗിയായി ഒരു പ്രത്യേക ഒഴുക്കോടെ വളരെ ശാന്തമായ സമുദ്രം ഒഴുകുന്ന പോലെയാണ് ക്ലാസ് വന്നത്. ഈ മാമിന്റെ ഓരോ വേർഡ്സുകൾ ശരിക്കും ലൈഫിലെ
ശരി, കേൾക്കാനുള്ളത് മാത്രമല്ല, അത് പകർത്തിയ വ്യക്തിയും കൂടിയാണ്. ഞാൻ പകർത്താനുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്, വിത്തൗട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നിങ്ങളെ ലൈഫ് 100% സ്പോയിലാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എപ്പോഴും പറയാനുള്ള മാധ്യമം, എല്ലാ ദിവസവും ഞാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിൽ വരുന്ന സമയത്ത് ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് ഓരോ ക്ലാസ്സിൽ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് ജസ്റ്റ് എന്തെങ്കിലും പറയാറുണ്ട്. എപ്പോഴും പറയുന്ന ഒരു പേരാണ് വിത്തൗട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി ഇല്ലെങ്കിൽ നിങ്ങളെ കാര്യം പൊരിവെയിലായി. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേര് അമ്പലത്തിൽ പോകുന്നുണ്ട്, ദിവസം പോണ ആളുകളുണ്ട്, നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്, പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തീർത്ഥാടന യാത്ര വരെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് തീർത്ഥാടന യാത്ര പോകുന്ന സമയത്ത് മനസ്സിലൊരു നന്ദി എന്നുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ ആ നന്ദി ഇല്ലായ്മ നമ്മളെ മനസ്സിൽ നിന്ന് ചെയ്ത ഉപകാരം, ഒരുപാട് പേര് ചെയ്ത ഉപകാരങ്ങളുണ്ട്, ആ ഉപകാരത്തിനൊന്നും ഒരു നന്ദി ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡിലെയാണ് നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രാർത്ഥനക്കും അതുപോലെ തന്നെ തീർത്ഥാടനത്തിനും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും പറഞ്ഞതാണ്, ആ പൈസ കൊണ്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും നമ്മൾ തായ്ലാന്റിലോ വേറെ എവിടെയെങ്കിലും സിംഗപ്പൂരൊക്കെ പോയി കറങ്ങിക്കോളിന്ന് ഞാൻ പറഞ്ഞത്. ആ പൈസ ദൈവത്തിനും വേണ്ട, നിങ്ങൾക്കും വേണ്ട. അതായത് മനസ്സിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള സാധനം ഇല്ലെങ്കിൽ അവൻ ലൈഫ്. ഇപ്പോൾ ഞാൻ തൃപ്രയാറ് കണ്ടത് മനോജ് സാറുള്ള കാരണം കൊണ്ടാണ്. മനോജ് സാറുള്ള കാരണം കൊണ്ടാണ് ഞങ്ങളെ ഫാമിലിനൊക്കെ ഒരുപാട് കെയർ ചെയ്തും തൃപ്രയാറ് കാണാൻ പറ്റിയതും. ഞാൻ അവിടെ വരുന്ന സമയത്ത് മനോജ് സാറിനെ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്നതിന്റെ നന്ദികേടാണത്. കാരണം എന്നെ തൃപ്രയാറ് കാണിച്ചതും ഞാൻ ഒരുപാട് കെയറിങ് കിട്ടിയതും ഒരുപാട് ഹെൽപ്പ് കിട്ടും സാറെ കയ്യിൽ നിന്നാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനുള്ള കപ്പാസിറ്റി ആർക്കാണോ ഇല്ലാതാവുന്നത്, അന്ന് മുതൽ നമ്മളെ എടുത്ത് ദൈവം ഉണ്ടാവില്ല, പടച്ചോനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് ബ്ലെസ്സിങ് ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം വന്ന വഴി കംപ്ലീറ്റ് നമ്മൾ ചെറുപ്പം മുതൽ ഇതുവരെ എത്തിയ, നമ്മൾ വളർത്തുന്ന വലുതാക്കിയ, അല്ലെങ്കിൽ നമ്മളെ ഇതുവരെ നമ്മൾ വിജയത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പലതും കൊണ്ടും സഹായിച്ച ആളുകളെ മറന്നു വെച്ചിട്ട് നമുക്ക് ലൈഫിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. അങ്ങനെ ആരും എന്ത് ചെയ്തില്ല, സാധ്യമായിട്ടില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല ക്ലാസ് ആണ്. ഓക്കെ, ഓപ്പൺ ഫ്ലോർ ആൻഡ് ഫീഡ്ബാക്കിലേക്ക് കടക്കുന്നു. I would like to invite open floor and feedback, GCA, non-GCA, all the members. മ്യൂട്ടാണ്. ഷാദുലി സാറ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, മ്യൂട്ടാണ്. ഹലോ, യെസ്. ഹസിയ മാം, അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ വോയിസ് ക്ലാരിറ്റി, പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആ രൂപത്തിൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. ശരിക്കും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഗതിയാണ് ഇന്നത്തെ സെഷനോടുകൂടി മനസ്സിലായിട്ടുള്ളത്. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ കിട്ടുക. നമ്മൾ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് ചെറിയ ചെറിയ സംഗതി വരെ നമുക്ക് കിട്ടേണ്ടത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കുമ്പോൾ വലിയൊരു ഗുണങ്ങളാണ് നമ്മൾ ലൈഫിൽ എത്തിച്ചേരുക എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഡോക്ടർ കുട്ടീനെ ചികിത്സിക്കാൻ പെട്ടെന്ന് വഴിയൊരുക്കി കൊടുത്തതും ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. പിന്നെ അതുപോലെ തന്നെ മാഡത്തിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളും ഒക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു ഫോക്കസ് ചെയ്യാത്തൊരു പ്രശ്നമാണ്. ഫോക്കസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച്. ഹസിയ മാം, ഒരു സുഖമുള്ളൊരു ഇളം കുളിർ കാറ്റ് പോലെ വളരെ നൈസായ സ്മാർട്ടായ വാക്കുകളിലൂടെ വളരെ വലിയൊരു ആശയം, എല്ലാവരും നിസ്സാരമായി തള്ളുന്ന നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വിഷയത്തെ വളരെ എല്ലാവരിലേക്കും സന്നിവേശിപ്പിച്ച വളരെ നല്ല ഒരു പ്രസന്റേഷൻ, നൈസ് പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്. ഹസിയ മാം, താങ്ക് യു മാം. ഹലോ, മാത്തിന്റെ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മാത്ത് രണ്ടാമത്തെ ക്ലാസ്സാണ് ഞാൻ കേൾക്കുന്നത്. മാത്തിന്റെ ആ ഒരു ക്ലാസ് എടുക്കുന്ന രീതി, തുടക്കത്തിലുള്ള മെഡിറ്റേഷൻ, എല്ലാം വളരെയധികം നമ്മളെ മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, നന്ദി പറയാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെ വളരെയധികം ഇഷ്ടപ്പെടാവുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ മാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരു കഥ, ഡോക്ടർ ജോണിന്റെ ഒരു കഥ അവിടെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. എല്ലാം വളരെ
നമുക്ക് അത് മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാൻ പറ്റി. വളരെ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ദുവാണേ, കണ്ണൂർന്ന്. എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ, ആ ഡോക്ടറിന്റെ സ്റ്റോറി ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. നമ്മള് ഒരുപാട് നമ്മുടെ പ്രേയേഴ്സിനൊക്കെ പ്രാക്ടിക്കലി ഉള്ള ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവും എന്നുള്ള ഒരു നല്ലൊരു തോട്ട്. നമ്മളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ മാം പറഞ്ഞ പോലെ, സെഷനിൽ പറഞ്ഞ പോലെ, നമ്മൾ എപ്പോഴൊക്കെയോ അങ്ങ് വിട്ടുപോകും ചില കേസസിൽ. പക്ഷെ നല്ലൊരു, എന്താ പറയാ, നമ്മളെ ഒരു റിവൈവ് ചെയ്യാനുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം, സൂപ്പർ. അസ്സലാമലൈക്കും ആസിയ മാം. ഞാൻ നഷീദ അബിയാണ്, തിരുവനന്തപുരത്ത്. ഞാനിപ്പോ ഈ പ്രാർത്ഥന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തന്നെ വരണം. ഒരുപാട് നമ്മള് മനന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് നടക്കാത്ത ഒരു കാര്യവുമില്ല. എന്റെ ഒരു ഉദാഹരണം വെച്ചാൽ, എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും ഇങ്ങനെ ഹജ്ജിന് പോയി. അപ്പൊ എനിക്കിങ്ങനെ ഹജ്ജിന് പോകണമെന്ന് ഞാൻ സർവീസിലുള്ളപ്പോഴാണ് ഹജ്ജിന് പോകണമെന്ന് എനിക്ക് അദമ്യമായ ആഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ മനന്നുണ്ട് എന്റെ കണ്ണ് നിറഞ്ഞാൽ പഠിച്ചു എനിക്ക് തരാത്തൊന്നും ഇല്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹജ്ജിന് പോയി 2004. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇങ്ങനെ ചരിത്ര ഭൂമിയിലൂടെ യാത്ര പോകുന്നു. എനിക്ക് അങ്ങനെ പോകണം. അത് ഞാനും ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ച ഉറച്ചവനോട് ഞാൻ പക്ഷെ എനിക്ക് അന്ന് പോകാൻ അങ്ങനെ കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ എനിക്ക് നമ്മുടെ നോമ്പിന് എത്തിക്കാഫിക്ക് ലാസ്റ്റ് മന്ത് പോകണം ഞാനിങ്ങനെ ആഗ്രഹിച്ചു. ഇതെല്ലാം പ്രാർത്ഥനയിലൂടെയാണ്. പിന്നെ അതാവും നമുക്ക് വാരിക്കൊരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെപ്പോഴും നിമിഷം നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും യാതൊരു ബുദ്ധിമുട്ടുകളും നടക്കുമെന്നുള്ള ഒരു തെളിവാണ് മാമിന്റെ നല്ല രീതിയിൽ പിള്ളേരെല്ലാവരും പറഞ്ഞിരുന്ന നല്ല ഒഴുക്കോടെ നല്ല രീതിയിലുള്ള ആ സംഭവം. അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. എക്സലന്റ് മാം. താങ്ക് യു സോ മച്ച്. അതുപോലെ എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം, നിഷിത മാമിന്റെ വീട്ടിൽ പോയിട്ട് നിഷിത മാമൻ കൈകൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി മുട്ടറോസ്റ്റും കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതും നടന്നു. മോനെ എനിക്ക് വയ്യ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രയോ ദൂരല്ല, ഞാൻ ഇതുവരെ കാണാത്ത, ഞാൻ എപ്പോഴും ഉമ്മാന്ന് വിളിക്കുന്ന, എന്നെ മോനായിട്ട് എപ്പോഴും കാണുന്ന നഷീദാമിന്റെ വീട്ടില് ഇത് ചപ്പാത്തി കഴിക്കണം എന്നുള്ള ആഗ്രഹം. അതും ഒരു ആഗ്രഹമല്ലേ? എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ കേട്ടോ അതൊക്കെ. ഇനി ആരെങ്കിലും? യെസ്, ഗുഡ് മോർണിംഗ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് 2020 തൃശ്ശൂർ ടൗണിലുള്ള ഒരാള് യാദൃശ്യമായിട്ട് എന്നെ പരിചയപ്പെടുകയും JCIനെ കുറിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോ അദ്ദേഹം ചോദിച്ചു, എങ്ങനെ JCIയിലൊക്കെ എങ്ങനെ ജോയിൻ ചെയ്യുക, അത് പൈസ ഉള്ളവർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. ഒരു ആനുവൽ ഡ്യൂസ് ഉണ്ടാവും, 1 ഇയറിൽ ഒരു 5,000 ഉണ്ടാവും. അപ്പോ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ 2016 അദ്ദേഹം JCIയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 2015 എന്നെ മീറ്റ് ചെയ്തത്. 2016 ജോയിൻ ചെയ്തത്. 2020 JCIയുടെ ലോ സെക്രട്ടറി, ചാപ്റ്റർ സെക്രട്ടറി ആയി മാറി. പിന്നെ അങ്ങനെ ആൾക്ക് കുറെ മാറ്റങ്ങളൊക്കെ വന്നു. യാദൃശ്യമായിട്ട് അയാൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാനും പങ്കെടുത്തു. അപ്പോ അവിടെ വെച്ചിട്ട് ഈ JCIയിലേക്ക് എങ്ങനെ വന്നതെന്ന് ആരോ ചോദിച്ചപ്പോ ആ വേദിയിൽ വെച്ച് അദ്ദേഹം അവിടെ ഉള്ളൊരു നല്ലൊരു മാന്യന്റെ പേരെ പറഞ്ഞു കൊടുത്തത്. ഞാനാണ് അവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു ഇത്തിരി റിച്ച് ആയിട്ടുള്ള ഒരാളുടെ പേരാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് അർഹതപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കണം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസതാണ്. നമ്മൾ പലർക്കും നന്ദിയൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും അത് ആർക്കാണ് കിട്ടേണ്ടത് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പോ എന്തായാലും സെഷൻ സൂപ്പർ ആയിരുന്നു. ഇതുപോലുള്ള സെഷനാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു ഐ ഓപ്പണിംഗ് സെഷനാണ് മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനോജ് സാർ. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ജസ്റ്റ് ബാക്ക് ചെയ്തു, സോറി. എന്താ വെച്ചാൽ ഞാൻ JCIയുടെ ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനോജ് സാറാണ് ഇടുക്കിയിലെ നമ്പർ തന്നത്. ഇടുക്കിയിൽ ഞാൻ ജോയിൻ ആയി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു അവസരമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ആ JCI മുൻനിർത്തി ഒരു അബാക്കസിന്റെ ക്ലാസ് ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ആ JCI ഗ്രൂപ്പിൽ നിന്നുള്ളത് എന്നതാണ് ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കണം അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വൺ ബൈ പറഞ്ഞു തരികയും
എന്നിട്ട് അവിടെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ എനിക്ക് അതിനുള്ളൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലം എനിക്ക് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് നമുക്ക് അതിന് വേണ്ടുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കാം അതിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷെ അവിടെ എനിക്ക് നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ ഈ ഒരു നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഏറ്റവും നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. JCIനോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതാണ് ദാറ്റ്സ് എ പവർ ഓഫ് ദ JCI മെമ്പേഴ്സിന്റെ ഒരു പ്രത്യേക മൈൻഡുള്ള ആൾക്കാരാണ് ഇവർ. എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാൻ കഴിയില്ല. നമ്മൾ ചില സമയത്ത് നമ്മളെ പാരന്റ്സ് ആവും, ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആവും, ചിലപ്പം ഭയങ്കര ബ്രദേഴ്സ് ആവും, സിസ്റ്റേഴ്സ് ആവും. ഏത് സ്റ്റൈലാണോ അവരെ മൈൻഡ് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ കണ്ടോടത്തോളം ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി JCI നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമാണ് മൊത്തത്തിൽ വരുന്നത്. നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഒരു JCIയുടെ ഞാൻ എപ്പോഴും കണ്ട ഒരു വ്യത്യസ്തമായി കണ്ടത്, എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു അനുഭവം വെക്കുകയാണെങ്കിൽ, നമ്മളൊരു സൺഡേ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിനായിട്ട് പോകുമ്പോൾ നമ്മൾ ആകെ കുട്ടികളെ കാണിക്കുന്നത് കല്യാണം, വിരുന്ന്, അല്ലെങ്കിൽ ഈ മരിച്ച ഡേ, ജനിച്ച ഡേ, കുറെ അമ്മായിമ്മ സൽക്കാരം, ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളെ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ കൊളാക്കൽ ലാംഗ്വേജ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഇന്റർനാഷണൽ ഒരു ലെവലിലേക്ക് ആ കുട്ടി വരണമെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയണം. ആ കുട്ടിക്ക് ജോലി കിട്ടി വരുള്ളൂ. പക്ഷെ എനിക്കൊക്കെ കണ്ട, ഞാൻ ചെറുപ്പത്തിൽ ഈ കുട്ടിക്ക് 6 മാസം ആകുമ്പോഴോ അല്ലെങ്കിൽ 1 വയസ്സാവണതിന് മുന്നേ ഈ കുട്ടി JCIയുടെ, എൻ്റെ മോനോ എൻ്റെ മോളാണെങ്കിൽ JCIയുടെ ഒരു 10-20 പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കും. അപ്പൊ അവിടെ കാണുന്ന ആ ആളുകൾ, പോസിറ്റീവ് മൈൻഡുള്ള ഇപ്പൊ കുറെ ആളുകൾ, ഈ ആളുകളൊക്കെ കുട്ടികളൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലായാലും കുട്ടികളൊക്കെ പോസിറ്റീവ് മൈൻഡിൽ ചെയ്തു. അപ്പൊ ഇവർ കാണുന്ന ലോകം, നമ്മൾ ചെറിയ കുട്ടികൾ കാണുന്ന ലോകം, ഈ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ JCI ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണലിലെ ഒരുപാട് പോസിറ്റീവായ ആളുകളുണ്ട്. നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ മാത്രം കുറച്ച് ആളുകളുണ്ട്, പോസിറ്റീവായി സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നല് ചെറിയ കുട്ടികൾ ചെറുപ്പത്തിൽ വരുത്തി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾക്ക് വളരെയധികം ഒരിക്കലും വാല്യൂ കൊടുക്കാതെ, മനസ്സാറ കുട്ടികളായാലും എൻ്റെ കുട്ടികൾ, ഞങ്ങളൊക്കെ ഫാമിലി ബേസിൽ ഷാദുൽ സാറൊക്കെ ഫാമിലി ബേസിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. എപ്പോഴും ചെറിയ കുട്ടികളായിട്ടാണ് കൂടുതലായിട്ട് ഫാമിലിയായിട്ടാണ് മിങ്കിൾ ചെയ്യാറ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂ നമുക്ക് എവിടെ പോയാലും കിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പൊ എന്തായാലും ഇനി ആരെങ്കിലും പറയാനില്ലെങ്കിൽ ഔട്ട് ഓഫ് താങ്ക്സിലേക്ക് കിടക്കുന്നു. സോറി, കിസ് കോമ്പറ്റീഷനിലേക്ക് കിടക്കുന്നു. ആരുമില്ലല്ലോ. ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയാം. എനിക്ക് വളരെ പറഞ്ഞു. ഇഷ്ടപ്പെട്ട സെഷൻ. ഞാൻ പയ്യന്നൂരാണ്, പയ്യന്നൂർ JCIയിലാണ്. അപ്പോൾ മാമിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ എപ്പോഴും ലൈഫിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. പിന്നെ രണ്ടാമത് ഈ പരാതി പറയുന്നത്, അത് പലർക്കും പറ്റുന്നത്, എന്നെ കൊണ്ട് വയ്യ, അതായത് നമ്മൾ കമ്പാരിസണിലൂടെ എനിക്കത് പറ്റുന്നില്ല, എനിക്കിത് പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷെ ഇന്നത്തെ മോർണിംഗ് സെഷൻ ആ ഒരു മെഡിറ്റേഷനിലൂടെ തുടങ്ങി വളരെ സ്ലോ ആയി മാം നമ്മൾ ഓരോ കാര്യങ്ങളും പഴയത് ഓർമ്മിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിനോടും വേണമെന്നുള്ളത് ശരിക്കും ഒരു കണ്ണു തുറപ്പിക്കുന്ന സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് മാം. അതുമാതിരി സാർ ഇപ്പം പറഞ്ഞ JCIന്റെ ആ ഒരു ഇമ്പാക്ട്, ഞാൻ 2018 JCIയിൽ വരുന്നത്. പക്ഷെ അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് നമുക്ക് ലൈഫിൽ വരുന്ന ചേഞ്ചസ്, നമുക്ക് വരുന്ന കോണ്ടാക്ട്സ്, അതൊക്കെ നമ്മളെ ലൈഫിൽ നമ്മളെ മക്കളിലേക്ക് ഒക്കെ പകർത്താൻ പറ്റുന്നത് ഗ്രേറ്റ് തിങ്സ് തന്നെയാണ്. എന്തായാലും ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറിയിരിക്കുന്നത്, പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം. നമുക്ക് ഇനി സ്റ്റാർ ഓഫ് ദി ഡേ സെലക്ട് ചെയ്യാൻ വേണ്ടി മനോജ് സാറ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, തൃപ്രയാർന്ന്. ഓക്കെ, ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ സെലക്ഷൻ ദ സ്റ്റാർ ഓഫ് ദി ഡേ JCI മനോജ് സാർ, തൃപ്രയാർ. താങ്ക് യു. താങ്ക് യു ചെയർമാൻ. സ്റ്റാർ ഓഫ് ദി ഡേ ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരോട് പറയാം, എല്ലാ ദിവസവും നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ ചെയ്യുന്നവർക്ക് അവർ സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ്, ഓണർ ചെയ്യുന്നു. അതിനുശേഷം ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്, ഓരോ വിന്നർക്കും 100 പോയിന്റ് കിട്ടുക. 7 ദിവസം കൂടുമ്പോൾ ടോട്ടൽ പോയിന്റ് ആർക്കാണോ അവർ സ്റ്റാർ ഓഫ് ദ വീക്ക് ആണ്, അവർക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടും. അപ്പോ ചോദ്യം ചാറ്റ് ബോക്സിലൂടെ തരാം, അതിനനുസരിച്ച് ആൻസറും ചാറ്റ് ബോക്സിലൂടെ മാത്രം മതി. ഓക്കെ, ഇന്നത്തെ വളരെ സിമ്പിൾ ആണ്. കാരണം സിമ്പിൾ ആക്കുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്, ബുദ്ധിജീവികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പങ്കെടുക്കാനാണ് സിമ്പിൾ ആക്കുന്നത്. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു 5 കണ്ടുപിടുത്തങ്ങൾ അയക്കുന്നുണ്ട്, 5 ഇൻവെൻഷൻസ്. അതിൽ ഏറ്റവും ആദ്യത്തെ ഏതാണെന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഡി ഉണ്ട്, എ ഉണ്ട്. ഓക്കെ,
ഇതിൽ ഈ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കണ്ടുപിടുത്തം ഏതാണ്? പെൻ, ടെലിഫോൺ, എയറോപ്ലെയിൻ, ടെലിവിഷൻ, ഇന്റർനെറ്റ്. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ പെൻ. പെന്നാണ് ഇതിൽ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് ടെലിഫോണൊക്കെ 1876 മറ്റോ കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് എയറോപ്ലെയിൻ, ടെലിവിഷനൊക്കെ അതിനുശേഷം, ഇന്റർനെറ്റ് 69-ലാണ്. എനിവേ, റൈറ്റ് ആൻസർ ഫ്രം ഗീതാബായ് മാഡം. ഗീതാബായ് ഇതിനു മുമ്പ് ആൻസർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ഓഫ് ദ ഡേ ഗീതാബായ്. അതിനുശേഷം സ്റ്റാർ ഓഫ് ദ വീക്ക് തെരഞ്ഞെടുക്കുന്നത് നമുക്ക് നാളെ തെരഞ്ഞെടുക്കാം. കാരണം ഈക്വൽ പോയിന്റ്സ് ആയിട്ട് ടീച്ചർ ശ്രീജന ടീച്ചറും ഷിനു വർക്കലയും ഈക്വൽ പോയിന്റ്സ് ആണ്, 200 പോയിന്റ്സ് ആണ്. സോ സ്റ്റാർ ഓഫ് ദ വീക്ക് നമുക്ക് നാളെ തെരഞ്ഞെടുക്കാം. അവർക്ക് കുറച്ചും കൂടെ നല്ല ചോദ്യങ്ങളാണ് വേണ്ടത്. കൺഗ്രാജുലേഷൻസ് ഗീതാബായ്, ഓട്ട് ചെയർമാൻ. താങ്ക് യു. ഗീത മാം ഇവിടെ സ്ഥലത്തുണ്ടോ? ഉണ്ട് സർ, ഉണ്ട്. ഓക്കെ. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. സന്തോഷം. 1 പവൻ ഗോൾഡാണ് ഇതിന്റെ കൂടെ തരാൻ പോണത്. ഇത് സമ്മാനം കിട്ടുന്നതിലല്ല പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മളിത് പാർട്ടിസിപ്പേഷൻ അല്ലേ. എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഇപ്പോഴ് എന്താണ് ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ലേ, എന്നൊരു ശ്രീജന ടീച്ചർ വരും. ടീച്ചർ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഓടിക്കണം ഞാൻ വന്നു കഴിഞ്ഞാല്. ടീച്ചർ ഇതിനായിട്ട് ഇരിക്കുകയാണ്, മറ്റേ ഫുള്ള് ഇതിനായിട്ട് PSC കോച്ചിങ് ഒക്കെ ചെയ്തിട്ട്. ശ്രീജന ടീച്ചർ ഇല്ലാത്ത ഭാഗ്യം എൻ്റെ. ഓക്കെ, ഈ ശ്രീജന ടീച്ചർ ഓവർടേക്ക് ചെയ്യാൻ ഞങ്ങൾ പുറത്തുനിന്ന് ആളിറക്കി വരും. ഒരു ശബ്ദം കയറി വരുന്നുണ്ട്, എവിടുന്നാന്ന് അറിയില്ല. കേൾക്കണില്ല. എന്താ കേൾക്കണില്ല? ഓക്കെ. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ജേട്ടൻ ഔട്ട് ഓഫ് താങ്ക്സിന് ഒന്ന് റെഡി ആവോ? ഷോപ്പിൽ സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കാം സാറേ. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പം. ഓക്കെ, നൗ വളരെയധികം നന്നായി എന്ത് ചെയ്തു, ഈ 851-ാമത്തെ ഡേ നമുക്ക് എന്ത് ചെയ്തു കറക്റ്റ് ആയിട്ട്. അതോടൊപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിയ ഭക്തിയിൽ നിന്ന് ചായയും കിട്ടി. അതും ഈ കോഫി ടോക്കിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ കോഫി ടോക്കിന്റെ ഏത് സമയത്തും ചായ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എന്ത് കൊടുന്ന് വെച്ച് തരും. അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മളെ വൈഫിനോട് തന്നെയാണ്. ഇത്രയും വളരെ ഭംഗിയായിട്ട് എല്ലാവരും വൈഫിനോട്. ഇതൊക്കെ ഒരു പാടാണ്. ആസിയ മാം പറയാത്തൊരു സംഭവമാണ് പറഞ്ഞത്, എഴുതി വെച്ചോളുണ്ട് ഉസ്മാൻ സാറെ. നിങ്ങൾ കുറെ പൊറോട്ട ഉണ്ടാക്കി നടന്നാൽ പോരാ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ചായയും ചിപ്സും അതേപോലെ തന്നെ ബിസ്ക്കറ്റും ഇതൊക്കെ കറക്റ്റ് ആയിട്ട്, ചിപ്സ് ഉണ്ടല്ലോ അല്ലെ, ഓക്കെ, ചിപ്സും ഇതേപോലെ കൊടുന്നു വരണമെങ്കിൽ അതിന് വീട്ടിലത്തെ ആളുകളോട് ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, കടപ്പാട്, നന്ദിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാല് ഉച്ചക്ക് ചിലപ്പോൾ ഇന്ന് സൺഡേ ബിരിയാണി ആയിട്ട് എന്ത് വരുള്ളൂ. നല്ല വാക്കുകൾ പറഞ്ഞാൽ നല്ല ഭക്ഷണം ഉണ്ടാവും, ചീത്ത വാക്കുകൾ പറഞ്ഞാൽ ചിലപ്പോൾ പട്ടിണി കിടക്കും, പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡും പറയാം, അപ്രീഷിയേറ്റും ചെയ്യാം. ഓക്കെ, എനിക്ക് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് ഉൾക്കൊണ്ടു. ആസിയ മാം ഒക്കെ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു പ്രൊഫഷണൽ ആയിട്ടില്ല, നമുക്ക് വളരെയധികം നമ്മളൊരു വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. സിമ്പിൾ ആയിട്ട് വളരെ ഹമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു JCA എന്നുള്ള ബന്ധത്തിന്റെ ഇതല്ല, സിമ്പിൾ ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം, മുഖവരില്ലാതൊക്കെ പറയാം, ഗുഡ് മോർണിംഗ് പറയാം, അതൊക്കെ എന്ത് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ആരും മറക്കേണ്ട. എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ചെയ്തു വന്ന നമ്മളെ വഴികളിൽ നമ്മളെ സഹായിച്ച, നമ്മളെ ശ്രദ്ധിച്ച, നമ്മളെ കെയർ ചെയ്യുക, നമ്മളെ ഫിനാൻഷ്യൽ കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന വ്യക്തികളോട് ആ നന്ദിയും കടപ്പാടും എപ്പോഴും നമ്മൾ അറിയിക്കണം. നമ്മൾ ഒരുപാട് വിജയത്തിന്റെ വഴികളോടൊക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. ആ സഞ്ചരിക്കുന്ന സമയത്ത് ഇവരൊന്നും നമ്മളെന്ത് ചെയ്യരുത്, മൈൻഡ് ചെയ്യാതെ, മിണ്ടാതെ, തടയാതെ, പരിഗണന കൊടുക്കാതെ ഒരു കാരണവശാലും നമ്മൾ മുന്നോട്ടുള്ള യാത്ര നമുക്കൊരു പ്രയാസമാവും. അങ്ങനെ എല്ലാവർക്കും പരിഗണന കൊടുത്ത് നമ്മൾ മുന്നോട്ടുള്ള യാത്ര പോവുകയാണെങ്കിൽ ജീവിതം നമ്മളെ പോലെ തന്നെ അവരുടെ ജീവിതം എന്ത് ചെയ്യും, വളരെയധികം സന്തോഷപരമായി ഇരിക്കുമെന്നാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ വളരെയധികം നന്ദിയും കടപ്പാടോടെ ഉസ്മാൻ സാർ എന്ത് ചെയ്തു, മലേഷ്യയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ജ്യൂസിലും മിക്സിലൊക്കെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതിനൊരു പ്രത്യേക നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അവർ ഔട്ട് ഓഫ് താങ്ക്സ്. എൻ്റെ തൊട്ടടുത്ത ഞങ്ങളുടെ ചാപ്റ്ററിന്റെ
മെമ്പറും, അത് ആക്റ്റീവ് മെമ്പർ, നമ്മുടെ ചാപ്റ്ററിന്റെ ആക്റ്റീവ് മെമ്പറും, അതുപോലെ തന്നെ ഫുൾ ടൈം ഡെഡിക്കേഷൻ. ഒരു ബിസിനസ് മാനിന് വേണ്ട കഴിവുകളൊക്കെ ജയേട്ടൻ്റെ അടുത്ത് ഞാനൊക്കെ പഠിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. ഫുൾ ടൈം കൂടുതൽ സമയം ഡെഡിക്കേഷൻ ഷോപ്പിൽ ബിസിനസ് ചെയ്യാനും, അതുപോലെ തന്നെ അത് മാത്രമല്ല ഈ ബിസിനസ് സാധനങ്ങൾ മേടിക്കുന്ന ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ പ്രസന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, വീണ്ടും ആ കടയിലേക്ക് പോകാൻ തോന്നുന്ന രൂപത്തിൽ ആണ് ജയേട്ടനൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അതും വളരെ JCL നിന്നും ഒരുപാട് ഓർഗനൈസേഷൻ കിട്ടിയ കഴിവുകളാണ്. അപ്പോൾ ജയേട്ടനെ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാമിന്റെ ഔട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു ചെയർമാൻ ഫോർ ദി പ്രിവിലേജ്. എനിക്ക് ഇങ്ങനെ ഒരു പദവി തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു പദവി മിക്കവാറും ദിവസങ്ങളിലായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. എനിക്കതിപ്പോ അവസരം കിട്ടാഞ്ഞിട്ടല്ല, എനിക്ക് അവസരം ഇല്ലാണ്ടാണ്. ഇന്നിപ്പോ ഞാനിത് കറണ്ടിന്റെ മെയിൻ ഓൺ ആക്കാതെയാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വോട്ട് ഓഫ് താങ്ക്സിന് തയ്യാറായിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് കേഷിന്റെ അവിടേക്ക് വന്നിരിക്കുന്നത്. കാരണം വിളിച്ചില്ല, ഓൺ ആക്കിയിട്ടില്ല. എന്തായാലും ഈ ഇന്നത്തെ നമ്മളെ ചെയർമാൻ ആയിട്ടുള്ള നമ്മളെ മുജീബ് സാറിനായിട്ട് ആയിരിക്കട്ടെ എന്റെ ആദ്യത്തെ വോട്ട് ഓഫ് താങ്ക്സ്. എന്തായാലും നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ ട്രെയിനറായിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ ആസിയ മാഡം ടോപ്പിക് ഇന്ന് മാജിക് ടോക്ക് പാർട്ട് 4. ആസിയ മാഡം നമ്മളെ ഈ ഫ്ലോറിൽ നാലാമത്തെ ക്ലാസ് ആണ് നമുക്ക് എടുത്തു തരുന്നത്. എന്തായാലും വളരെ വളരെ നന്നായിട്ട് നല്ല ക്ലാസ് ആയിട്ട് ആസിയ മാഡം. എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇതൊരു ഫീഡ്ബാക്കും കൂടി ആയിക്കോട്ടെ. എന്തായാലും ആസിയ മാഡത്തിനോട് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഇന്ന് നമ്മളെ വെൽക്കം പറഞ്ഞ ഷിനു സാറെ തോന്നുന്നു, ഞാനിന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ എന്നൊരു പേര് കേട്ടു പെട്ടെന്ന്, അപ്പോഴേക്കും ഞാൻ ബാത്റൂമിലേക്ക് പോയി. ഓക്കെ, ഷിനു സാറിന് എന്റെ പേര് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇതിന്റെ യെല്ലോ പ്രസിഡൻസ് ആയിട്ടുള്ള വളാഞ്ചേരി റോയൽസ് നിതിൻ സാറ്, അതുമാതിരി തന്നെ നിലമ്പൂർ ഗോൾഡൻ വാലി നമ്മളെ ജിനി മാഡത്തിന് ഞാൻ എൻ്റെ വിലയേറിയ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിലെ നെടുന്തൂണായിട്ടുള്ള നമ്മളെ ഇഷാം ഹൈദർ സാർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഈ ഇതിൽ ഇരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ 851 ദിവസം നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഇഷാം ഹൈദർ സാറിനാണ്. അദ്ദേഹം ഈ ഫ്ലോറിൽ നമുക്ക് ഒരുക്കി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഫ്ലോറിൽ നമ്മൾ ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് നമ്മളെ ശ്രീ സാറ്, അതുമാതിരി തന്നെ നമ്മളെ കോർഡിനേറ്റർമാരായിട്ടുള്ള ശ്രീ സാറ്, തുടർന്ന് രേഖ മാം, നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടുകാരൻ, രണ്ടുപേരും നമ്മുടെ നാട്ടുകാരാണ്, നമ്മളെ ശ്രീ സാറും അതുമാതിരി തന്നെ ഈ മുജീബ് സാറും അയൽവാസികൾ തന്നെ പറയാം, എന്റെ ഷോപ്പിന്റെ അയൽവാസികളാണ്. ഞങ്ങൾ ഒരേ പഞ്ചായത്താണ്. അപ്പോ അവർക്ക് പ്രത്യേകം 2 പേർക്കും, രേഖ മാം അടക്കം 3 പേർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിന്റെ കിസ് മാസ്റ്റർ ആയിട്ടുള്ള നമ്മളെ മനോജ് സാറ്, അദ്ദേഹം നമ്മളെ ഒരു കിസ് മത്സരത്തിന്റെ കാര്യം പറയുമ്പോൾ പോലും പെട്ടെന്ന് നമുക്ക് കിസ് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഫ്ലോറിലേക്ക് ചാടിക്കയറി വരികയാണ്. അപ്പോ അദ്ദേഹം നമ്മളെ അങ്ങനെ ഒരു ചാടിക്കയറി വരാൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ കോഫി ടോക്കിനോടുള്ള ഒരു കടപ്പാടാണെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസൻസ് ആയിട്ടുള്ള നമ്മളെ ഈ ദിവസവും നമ്മളെ ഈ ഫ്ലോറിൽ പ്രോഗ്രാം ശ്രവിക്കുന്ന, അതുമാതിരി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ചെയർമാൻ. താങ്ക് യു ജയേട്ടൻ. വളരെ ഭംഗിയായിട്ട് 2 വാക്കിലൂടെ ജയേട്ടൻ ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഒരു വാക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. നല്ല ഭംഗിയായിട്ട് എല്ലാവരെയും ടച്ച് ചെയ്തുകൊണ്ട്, എല്ലാവരെയും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു, എല്ലാവരും താങ്ക്ഫുൾ ആയിട്ട് അറിയിച്ചുകൊണ്ടേനാണ് ജയേട്ടൻ എന്ത് ചെയ്യുക ഈ ഓഫ് താങ്ക്സ് പറയാം. മനസ്സാറൊന്നും മറന്നിട്ടില്ലല്ലോ നമ്മളല്ലേ? ഇല്ല, ഓക്കെ. ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നല്ല തിരക്കിലാണ്, എല്ലാവരും റെഡി ആയിരിക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് ഓടിയിട്ട് വേണം, ഇന്നങ്ങനെ തുറിച്ച് നോക്കണം എല്ലാവരും, ഇത് എപ്പോഴാണ് വൈൻഡ് അപ്പ് ചെയ്യുക, എന്നിട്ട് വേണം ഫംഗ്ഷന് പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ. എന്തായാലും കോട്ടക്കല് ഷാദുൽ സാർ എന്നൊരു കോട്ടക്കൽ വിസിറ്റിംഗ് ഉണ്ട്. എന്തായാലും വൈകിട്ട് നമുക്കൊന്ന് ചിലപ്പോൾ മീറ്റപ്പ് ചെയ്യാം. ഒരു 1-2 പ്രോഗ്രാംസ്. ഓക്കെ, നിങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നല്ലോ വൈഫിന് അല്ലേ? ഓക്കെ, നമുക്കൊന്ന് പോയേക്കാം. ഓക്കെ. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ഇതൊക്കെയാണ്. ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്കൽ വരും, നമുക്കത് എന്ത് ചെയ്യാൻ പോയി നോക്കാം. ഓക്കെ, ആൻഡ് ടുഡേ നല്ല ദിവസം ആയിരുന്നു. അത് 7 AM മോർണിംഗ് ടോക്ക് പ്രോഗ്രാം നമുക്ക് നമ്മളെ ലൈഫ് തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് മാജിക് ടോക്ക് 4 എന്നുള്ള ഒരു സെക്ഷനിലൂടെ എടുത്തു തന്ന അസിയ മാം, അതുപോലെ തന്നെ ഇത് വളരെയധികം കേൾക്കുകയും ഇത് പ്രാക്ടിക്കലായിട്ട് ലൈഫിലേക്ക് പകർത്താൻ
നമുക്ക് സർവശക്തൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ പുതിയ ഒരു ട്രെയിനിങ് മെത്തേഡുമായി ഇതേ സെയിം പ്ലാറ്റ്ഫോമിൽ ഇതേ സെയിം സമയത്ത് ഇതേ സുഹൃത്തുക്കളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.